ഇതൊന്നും കാണാൻ ഒരു സുഖവും ഇല്ല. ഉത്സവത്തിന് പോകണമെങ്കിൽ ഉടുത്തുകൊണ്ട് പോകണം, വെളുത്തമുണ്ട്. നിങ്ങളെല്ലാവരും ഇവന്റ്സിന് വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അടികൈ. അഞ്ച് രൂപയ്ക്ക് 3, 5 രൂപയ്ക്ക് 3, 5 രൂപയ്ക്ക് 3, വേഗം വാ. അങ്കിൾ, ഇതിലുള്ളത് മുഴുവൻ കൂടി എത്ര രൂപയാ? മൊത്തത്തിലാണെങ്കിൽ 50. ശരി, എന്നാ ഇതാ പിടിച്ചോ, നിങ്ങൾ ചോദിച്ച കാശ്. അഞ്ച് രൂപയ്ക്ക് 3, 5 രൂപയ്ക്ക് 3, 5 രൂപയ്ക്ക് 3, വേഗം വന്ന് വാങ്ങിച്ചോളൂ. മഴ പെയ്താൽ റോഡ് മുഴുവൻ കുഴിയാണ്. സുഹൃത്തുക്കളെ, ഒരു ഇവന്റ് കൂടി ബാക്കിയാണ്. അടികൈ. അതാണ് 10 കിലോമീറ്ററുള്ള ഹാഫ് മാരത്തൺ റേസ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനായ തേജു ആമയും നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ബണിയും തമ്മിലാണ്. ശരി, എന്നാൽ ഉടൻ തന്നെ സ്റ്റാർട്ടിംഗ് ലൈനിൽ പോയി നിൽക്കൂ. ഇന്നെന്തായാലും വലിയ മൂഡിലാണെന്ന് തോന്നല്ലോ. എടാ, സ്പീഡ് ബട്ടൺ സ്റ്റോപ്പ് ചെയ്യടാ. അല്ല, ഇതെന്തുകൊണ്ടാണ് സ്ലോ ആകാത്തത്? ഞാൻ താ പോണേ. ദേ നോക്ക്, ഞാനൊരു കാര്യം പറയാം. റേസ് കഴിയുന്നത് വരെ എന്നെ തടയരുത്. എന്ത് സംഭവിച്ചാലും ശരി, ഈ ട്രോഫി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിരിക്കും. അയ്യോ കൊച്ചളിയ, പക്ഷെ താൻ ജയിക്കുകയാണെങ്കിലും ഈ ട്രോഫി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതെന്താ? വണ്ടിക്കകത്ത് സ്ഥലമില്ലല്ലോ. നാളെ കൊണ്ടുപോവാം. എപ്പോഴും നെഗറ്റീവായ കാര്യം പറയുള്ളൂ. പോസിറ്റീവായിട്ട് എന്തെങ്കിലും പറയടേ. പോസിറ്റീവ് ദേ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ? നോക്കുമണി, ഈ മാച്ച് കഴിയുന്നവരെ ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. എന്നാലും ഞങ്ങളടുത്ത് വലിയ വിശ്വാസമൊന്നും വേണ്ട. അല്ല, അതെന്താടാ? മാരത്തൺ മത്സരം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. മത്സരത്തിന്റെ വിധി നിർണയിക്കുന്നത് പോപ്പറ്റും ചോർദാറും ഹണിയും. അടികൈ. കണ്ടോ, ഞങ്ങൾ ജഡ്ജസാ. പിന്നെ കേട്ടോ, ജഡ്ജിമാരുടെ അടുത്തുനിന്ന് കുറച്ച് അകന്നു സംസാരിക്കേ. ഒരുപാട് കൂട്ടുകൂടെ വന്നാലേ നിന്നെ ഞങ്ങൾ അങ്ങ് അസാധുവാക്കും. സോറി. എടാ, ഞാൻ തമാശക്ക് പറഞ്ഞതാ. നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ട്. നമുക്ക് ട്രോഫി എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോകണം. എടാ, നിന്റെ പേര് SAMMER എന്ന് വരികയാണെങ്കിൽ നിന്റെ പേര് സമീർ. അടിപൊളി, അടിപൊളി. കവിത പറയുന്നവന്റെ അടുത്ത് നീ വാവ എന്ന് പറഞ്ഞാൽ നീ കോടീശ്വരനാണ്. എന്റെ വാവപ്പിനുള്ള സാധനങ്ങൾ എടുക്ക്, കാരണം നീ ഇപ്പോൾ ഡ്രൈവറാണ്. ഞാൻ കുടിക്കാനുള്ള ഹെൽത്ത് ഡ്രിങ്ക് എടുക്ക്, കാരണം നീ എന്റെ ഡ്രൈവറാണ്.
Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. കുടുങ്ങി. ഞാൻ സഹായിക്കണോ? വീണ്ടും പണി കിട്ടി. ഈ പോക്ക് പോവുകയാണെങ്കിൽ ഈ മത്സരത്തിൽ ഞാൻ തോക്ക് തന്നെ ചെയ്യും, വേറെ വഴിയില്ല. അതാണ് എന്റെ വിഷമം. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം പറയട്ടെ. ABCDക്ക് മുമ്പേ വരുന്നത് A ആണ്. ജയിക്കാൻ പോകുന്നത് ആ പൂച്ചയാണ്. നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ എന്റെ അടുത്ത് തന്നെ അവൻ ജയിക്കുമെന്ന് നീ പറയും. നീ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ എന്റെ അച്ഛനടുത്ത് പറയാൻ പോവുകയാണ്. വേണ്ട 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 സാറേ, അങ്ങ് ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സത്യം, ഒരു എമൗണ്ട് തരണേ സാറേ. മുയലിനെ പോലെ അവനെ ഞാൻ ഉറക്കാം. വഴി കിടന്നുറങ്ങാനേ, ഇവനാ മുയലൊന്നും അല്ല, ഇവൻ ബണ്ണിയാണ്. ബണ്ണി ജയിക്കാൻ പോകുന്നത് ഇവനാണ്. പരുത്തി പൊളിച്ചാൽ കിട്ടും നല്ല വെളുത്ത പഞ്ഞി. ആരാണ് നീ? ഞാൻ തോൽക്കുമെന്ന് നിങ്ങൾ എങ്ങനെ പറയും? ഞങ്ങൾ ഈ റേസിന്റെ ജഡ്ജസും പിന്നെ ബണ്ണിയുടെ ഫ്രണ്ടുമാണ്. ഞാൻ തോൽക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകണം. നിങ്ങളുടെ കൂട്ടുകാരൻ ജയിക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകണം. അടിപൊളി, എന്തൊരു കവിത. നമ്മുടെ ഇവന്റിന്റെ സ്പോൺസേഴ്സ് അസ്വസ്ഥതയാണ് എല്ലാം. ജിറാഫ് ചന്ദ് ജ്വല്ലേഴ്സ്. ആഹാ, അടികൈ. മാമാമിയ, നമ്മുടെതെല്ലാം സ്വർണമാണ്. നമ്മുടെ വീട് സ്വർണമാണ്, നമ്മുടെ ബാത്റൂം സ്വർണമാണ്, ഇവിടെ വന്ന കാറ് വരെയും സ്വർണമാണ്. ഞമ്മക്ക് ഇവിടുന്ന് പോകാം മാമാമിയ. പിഗി മോൾ ഡിറ്റർജന്റ്. കുളിക്കണം 2 പ്രാവശ്യം, കീടങ്ങൾക്കത് നാശം. ഇതാണ് ഇവരുടെ വാഗ്ദാനം. അടികൈ. വാവ്, എന്തൊരു മണം! ഇമ്പോർട്ടഡാ. എങ്ങനെയുണ്ട് ഇതിന്റെ മണം? പാട്ട് കേൾക്കുമ്പോൾ നല്ല രസമുണ്ടാവണമെങ്കിൽ വേണം ബേസ്. കൂട്ടുകാരെ, നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ റേസ്. അടികൈ. ഇതെന്തായാലും സൂക്ഷിച്ചകത്തേക്ക് വെച്ചോ. ഞാൻ പറയുമ്പോ ബട്ടൺ അമർത്താൻ മറക്കരുത്. കൊക്കരക്കോ. അമർത്ര. പണി കിട്ടി. അടുത്ത ബട്ടൺ അമർത്താം. വീണ്ടും പണി കിട്ടി. മൂന്നാമത്തെ ബട്ടൺ ടേണിംഗ് വരുമ്പോൾ ഓർമ്മയിരിക്കട്ടെ. ടേണിംഗ് വരുമ്പോൾ ഓർക്കണം എന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. എടാ, ഇവൻ ചീറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്കെന്താ പ്രശ്നമുള്ളത്? നമ്മൾ ജഡ്ജസ് അല്ലേ? ചീറ്റിംഗ് തടയുകയാണ് ജഡ്ജസിന്റെ ജോലി, അറിയോ? ഞാൻ വിചാരിച്ചത് അവസാനം കമന്റ് ചെയ്യുന്നത് മാത്രമെന്നാ. നീ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പരിശ്രമിക്കും, നന്നായിട്ട് പരിശ്രമിക്കും. ഒന്നുകൂടെ പരിശ്രമിക്കേ.
ഹായ്. കണ്ടോ, നമ്മൾ നമ്മുടെ കൂട്ടുകാരന് ഹെൽപ്പേ ചെയ്തില്ല, എന്നാലും അവൻ വിജയിച്ചിരിക്കുന്നു. എങ്ങനെ സഹായിക്കാൻ പറ്റും? നമ്മളാണെങ്കിൽ ജഡ്ജസ് അല്ലേ? ഇന്നിതാ ഈ ട്രോഫി നേടിയിരിക്കുകയാണ് നമ്മുടെ ബണ്ണി. ഇന്ന് ഒരു പക്ഷേ നീ ജയിച്ചിരിക്കാം, നാളെയും ചിലപ്പോൾ ഒരു പക്ഷേ നീ ജയിച്ചേക്കാം.